ഫിഷറീസ് വകുപ്പിന്റെ കേരളത്തിലെ ആദ്യ മത്സ്യവിഭവ റെസ്റ്റോറന്റ് കേരള സീ ഫുഡ് കഫേ പൊതുജനങ്ങൾക്കായി തുറന്നു. വിഴിഞ്ഞം ആഴാക്കുളത്ത് പ്രവർത്തിക്കുന്ന റെസ്റ്റോറന്റ് ഫിഷറീസ് വകുപ്പ് മന്ത്രി സജി ചെറിയാനാണ് ഉദ്ഘാടനം ചെയ്തത്. കേരളമൊട്ടാകെ സീ ഫുഡ് റെസ്റ്റോറന്റുകൾ തുടങ്ങുകയാണ് സർക്കാർ ലക്ഷ്യമെന്നും മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. ആദ്യഘട്ടത്തിൽ 14 ജില്ലാ ആസ്ഥാനങ്ങളിലും രണ്ടാം ഘട്ടത്തിൽ പ്രധാന ടൗൺഷിപ്പുകളിലും മൂന്നാം ഘട്ടമായി പഞ്ചായത്തുകളിലുമായി പദ്ധതി നടപ്പാക്കാനാണ് സർക്കാർ തീരുമാനം. വിഴിഞ്ഞത്ത് സമുദ്ര ഭക്ഷ്യ സംസ്കരണ യൂണിറ്റ് 2 ആഴ്ചക്കകം പ്രവർത്തനം ആരംഭിക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. കേരള സീ ഫുഡ് കഫേ, ഈ സീ ഫുഡ് കഫേയിൽ സീ ഫുഡ് മാത്രമല്ല, ഇന്നിപ്പോ മനോഹരം പറഞ്ഞ സീ ഫുഡ് മാത്രമേ കൊടുക്കുന്നുള്ളൂ. ഇന്ന് മുതൽ സീ ഫുഡ്, അടുത്ത ദിവസം മുതൽ സീ ഫുഡ് മാത്രമല്ല എല്ലാ ഭക്ഷ്യ ഉൽപ്പന്നങ്ങളും കൊടുക്കും. നല്ല തരത്തിലുള്ള ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ ഇവിടെ ലഭ്യമാകും. മത്സ്യ ഫെഡുമായി ചേർന്ന് തീരദേശ വികസന കോർപ്പറേഷൻ ഉത്പാദിപ്പിക്കുന്ന എല്ലാ മത്സ്യ ഉൽപ്പന്നങ്ങളുടെയും വിൽപ്പനയും സ്റ്റാളും ഉണ്ടാകും. ആ നിലത്തിൽ കേരളം മുഴുവൻ ഇത് വ്യാപിപ്പിക്കാൻ നിങ്ങളുടെ എല്ലാം സഹായവും പിന്തുണയും ഉണ്ടാകണം. വിഴിഞ്ഞത്ത് തന്നെ അത് തുടക്കം കുറിക്കാൻ കഴിഞ്ഞത് നല്ല ഒരു കാര്യമായി ഞങ്ങൾ കരുതുകയാണ്. എല്ലാവർക്കും പുതുവത്സരാശംസകൾ നേർന്നുകൊണ്ട് കേരളത്തിലെ ആദ്യത്തെ സീ ഫുഡ് കഫേ മത്സ്യഫെഡിനകത്തുള്ളത് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും നിർവഹിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ന്യായവിലയ്ക്കും ഗുണമേന്മയുള്ള മത്സ്യവിഭവങ്ങളും നല്ല ഭക്ഷണവും ലഭ്യമാക്കുകയാണ് സീ ഫുഡ് റെസ്റ്റോറന്റുകൾ ലക്ഷ്യമാക്കുന്നത്. 1.5 കോടി രൂപ മുതൽ മുടക്കിൽ 367 ചതുരശ്ര മീറ്റർ വിസ്തൃതിയിൽ പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത കെട്ടിടത്തിലാണ് കേരള സീ ഫുഡ് കഫേ പ്രവർത്തിക്കുന്നത്. ഒരേ സമയം 60 പേർക്ക് ഭക്ഷണം കഴിക്കുന്നതിനുള്ള സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. കേരളത്തിലെ തനത് മത്സ്യവിഭവങ്ങൾക്ക് പുറമെ വിദേശ ടൂറിസ്റ്റുകൾക്ക് പ്രിയപ്പെട്ട മത്സ്യവിഭവങ്ങൾ തയ്യാറാക്കുന്നതിന് പ്രത്യേക പരിശീലനം ലഭിച്ച ഷെഫുകളുടെ സേവനവും ലഭ്യമാണ്. ഓഖി ദുരിതബാധിതരുടെ ആശ്രിതരായ വനിതകൾക്ക് കേരള സീ ഫുഡ് കഫേയിൽ തൊഴിൽ നൽകിയിട്ടുണ്ട്. മത്സ്യബന്ധനത്തിനിടെ മരണപ്പെട്ട ലീലാകൃഷ്ണന്റെ ആശ്രിതർക്ക് മത്സ്യത്തൊഴിലാളി അപകട ഇൻഷുറൻസ് തുകയായ 10 ലക്ഷം രൂപയുടെ ചെക്ക് ചടങ്ങിൽ മന്ത്രി കൈമാറി. മത്സ്യഫെഡ് ചെയർമാൻ ടി മനോഹരൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. വെങ്ങന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് RS ശ്രീകുമാർ, മത്സ്യഫെഡ് മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ P സഹദേവൻ, ഫിഷറീസ് ഡയറക്ടർ ഡോക്ടർ അദില അബ്ദുള്ള, KSCADC മാനേജിംഗ് ഡയറക്ടർ PA ഷേഖ് പരീദ്, മത്സ്യഫെഡ് ബോർഡ് അംഗങ്ങൾ എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം. Be a Rajakumari Gold and Diamonds, the trust of Travancore. Rajakumari.